എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. വൈദ്യുതി ബില്ല് എത്ര ഉപയോഗിക്കുന്നു എന്ന്, എങ്ങനെ ഉപയോഗം ക്രമീകരിക്കണം തുടങ്ങിയ വൈദ്യുതിയുമായി ബന്ധപ്പെടുത്തിയുള്ള എല്ലാ വിവരങ്ങളും മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് എത്തുന്നതാണ്. ഉപഭോക്താക്കൾക്കും KSEBിക്കും ഉപകാരപ്പെടുന്ന 100-ലധികം സവിശേഷതകളുള്ള സ്മാർട്ട് മീറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. മീറ്ററിലെ സിം വഴി ഡേറ്റ സെൻറ്ററിലേക്ക് തുടർച്ചയായിട്ട് വിവരങ്ങൾ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫോമറുകളിലും ഫീഡറുകളിലും സ്ഥാപിക്കുന്ന വൈദ്യുതി അടക്കമുള്ള വിവരങ്ങൾ കൈമാറാനും ഇതിലൂടെ വൈദ്യുതി ബന്ധം തത്സമയം KSEBിക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയും ഏത് സെക്ഷൻ വഴിയാണ് ഊർജ്ജ നഷ്ടമെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മീറ്ററിൻ്റെ കവർ തുറന്നാലോ കാന്തം ഘടിപ്പിച്ചാലോ സീൽ ഒട്ടിച്ചാലോ അപായ വിവരം നൽകിയാലും വൈദ്യുതി ആവശ്യം മുൻകൂട്ടി കണ്ട് ഉൽപ്പാദനവും വാങ്ങലും ആസൂത്രണം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, ധനസഹായവും അതോടൊപ്പം തന്നെ സബ്സിഡി ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്നതിന് വേണ്ടി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കേണ്ടതാണ്. മീറ്ററിലെ വില ഹെഡ് ആൻഡ് സിസ്റ്റം മീറ്റർ, ഡാറ്റ മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ക്ലൗഡ് ആൻഡ് സ്റ്റോറേജ് ചാർജ് മീറ്റർ, മറ്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള ചാർജ്, 99 മാസത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ചാർജ് ഉൾപ്പെടെ ചെലവുകൾ ഗഡുക്കളായിട്ട് ഉപഭോക്താക്കളിൽ നിന്ന് കൂടിയ നിരക്കിൽ ഈടാക്കുന്ന ടാക്സ് മാതൃകയിലാണ് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ബദൽ മാതൃകയിലെ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പദ്ധതി നടപ്പിലാക്കുവാനാണ് സംസ്ഥാന സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് നിർമ്മാണത്തിലുള്ള സ്മാർട്ട് മീറ്റർ ഓപ്പറേഷൻ കേന്ദ്രത്തിൽ 50 ലക്ഷം മീറ്ററുകളുടെ നിർമ്മാണം ഇപ്പോൾ നിലവിൽ നടക്കുന്നതാണ്. ഉപഭോക്താക്കളുടെ വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നത് ഈ കേന്ദ്രത്തിലായിരിക്കും. ആദ്യഘട്ടത്തിൽ 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് കേരളത്തിൽ സ്ഥാപിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ 50 ലക്ഷമാക്കാനുള്ള പദ്ധതിയാണ് KSEB തയ്യാറാക്കുന്നത്. സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോടുകൂടി വൈദ്യുതി തടസ്സം നേരിട്ട് അറിയുവാൻ സാധിക്കുന്നതാണ്. ഉപയോഗത്തിൻ്റെ തത്സമയ വിശകലനം, അതായത് ഇപ്പോൾ എത്ര രൂപയുടെ വൈദ്യുതി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര യൂണിറ്റ് ഉപയോഗിച്ച്, ഇതിൻ്റെ ബില്ലിംഗ് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നമുക്ക് മൊബൈൽ ആപ്പിലൂടെ അറിയുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സുരക്ഷാ സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. വൈദ്യുതി മോഷണം പെട്ടെന്ന് തന്നെ പിടികൂടുന്നതാണ്. സംസ്ഥാനത്ത് മുഴുവൻ സ്മാർട്ട് മീറ്ററുകൾ ആകുന്നതോടുകൂടി വീടുകളിൽ 2 മാസം കൂടുമ്പോൾ വൈദ്യുതി ബിൽ തരുന്ന, അല്ലെങ്കിൽ വ്യാവസായിക സ്ഥാപനങ്ങളിൽ 1 മാസം കൂടുമ്പോൾ വൈദ്യുതി ബില്ല് കൊണ്ടുവന്ന് തരുന്ന രീതി അവസാനിക്കുന്ന തരത്തിലായിരിക്കും ഇത് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുകയോ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി പറയുകയുണ്ടായി. നിരക്ക് കൂട്ടുമെന്നും ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തും എന്നുള്ള വാർത്ത പ്രചരിക്കുന്നുണ്ട്. നിലവിൽ അത്തരം ഒരു തീരുമാനം എടുത്തിട്ടില്ല. വിവിധ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി ബോർഡുകളുടെ കുടിശ്ശിക തീർക്കുവാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ പ്രതിസന്ധി പരിഹരിക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്ററുകളുടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. 50 ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് കേരളത്തിൽ മുഴുവൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരിക. സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതോടുകൂടി വൈദ്യുതി ബില്ല് വീടുകളിൽ എത്തി നേരിട്ട് റീഡിംഗ് ചെയ്യുന്ന സംവിധാനം ഇല്ലാതാകുന്നതാണ്. മൊബൈൽ ആപ്പിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ എല്ലാ വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ടെന്ന് KSEB വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആധികാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.